നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ സിപിഎമ്മിന്റെ സമുന്നതരായ പല നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. മുൻ കോന്നി എംഎൽഎയും സിപിഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എ പത്മകുമാറാണ് ആ നിരയിൽ അറസ്റ്റിലായ സിപിഎം ഉന്നതരിൽ അവസാന പേരുകാരൻ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ ആറാമത്തെ അറസ്റ്റായിട്ടായിരുന്നു സിപിഎമ്മിന്റെ സമുന്നത നേതാവായ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം സ്വർണ്ണക്കൊള്ള വിവാദം ഒരു പ്രത്യേക നിലയിൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അഥവാ SITയുടെ അന്വേഷണം മരവിച്ച നിലയിൽ നിൽക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അതിന് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനോ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നോ SITക്ക് കൃത്യമായ രീതിയിൽ ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി നടക്കുന്ന അന്വേഷണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നീട്ടിവെക്കണം, അഥവാ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇനി ഒരു അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൃത്യമായി തന്നെ SITക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നീട് CPMന്റെ നേതാക്കളിലേക്കോ അല്ലെങ്കിൽ മറ്റ് രീതികളിലേക്കോ ഒന്നും സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നീണ്ടു ചെല്ലുന്നത് കാണാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ രമേശ് ചെന്നിത്തല അതിനിർണായകമായ ചില മൊഴികൾ നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ ശബരിമലയിൽ നിന്നും ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടിളപ്പടിയും ഉമ്മറ വാതിലുമെല്ലാം കാണാതായിരിക്കുന്നു. വിജയ് മല്യ ശബരിമലയിൽ വഴിപാടായി നൽകിയ സ്വർണം പൊതിഞ്ഞ ഉമ്മറ കട്ടിളപ്പടിയും ഉമ്മറ വാതിലുമെല്ലാം കാണാതായിരുന്നു എന്നുള്ളതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ് ശബരിമലയിലെ ശ്രീകോവിലിന് ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്നും അടിച്ചുമാറ്റി എന്നുള്ളത് രണ്ട് കേസ്. ഈ രണ്ട് കേസിലും ശബരിമലയിൽ കീഴ്ശാന്തിയായി നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് SIT ഒന്നാം പ്രതിയായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് രണ്ട് കേസുകളിലായി നിരവധി പേരെയാണ് SIT ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്, പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം മറിച്ച് അല്ലെങ്കിൽ കവച്ചു വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുകൾ, അതായത് സ്പെഷ്യൽ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ കൊടുത്തിരിക്കുന്നത്. ശബരിമലയിൽ നിന്നും കാണാതായിരിക്കുന്ന സ്വർണം എവിടെയാണ് എന്നുള്ളതിന് ഇതുവരെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. വിജയ് മല്യ ശബരിമലയിൽ നടത്തിയ സ്വർണ്ണ നിർമ്മിതികളിൽ നിന്നും ബഹുഭൂരിപക്ഷവും അവിടെ നിന്ന് അടിച്ചുമാറ്റി എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമ്മതിക്കുമ്പോഴും ഈ സ്വർണം എവിടെയാണ്, എങ്ങോട്ട് പോയി എന്നുള്ളതിന് ഇപ്പോഴും ദുരൂഹമായ ചില വിവരണങ്ങളാണ് SITയുടെ തന്നെ ഭാഗത്തു നിന്നും പറഞ്ഞ് കേൾക്കപ്പെടുന്നത്. ഇതിനാണ് കൃത്യമായി രമേശ് ചെന്നിത്തലയുടെ മൊഴിയിലൂടെ ഒരു വിരാമം ഉണ്ടായിരിക്കുന്നത്, അഥവാ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. ദുബായ് വഴി ഈ സ്വർണ്ണ പാളികൾ മറ്റു രാജ്യത്തേക്ക് കടത്തിയിരിക്കുന്നു എന്നുള്ള അതിഭയാനകമായ ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിദേശ വ്യവസായിയായ തന്റെ ഒരു സുഹൃത്താണ് തനിക്ക് ഇത്രയും കൃത്യമായ വിവരം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്, അത് ആധികാരികമായ രേഖ തന്നെയാണ് എന്ന് പരിശോധിച്ചപ്പോൾ തനിക്ക് മനസ്സിലായതിന്റെ പേരിലാണ് ഇത്തരം വിവരങ്ങൾ താൻ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുന്നിൽ മൊഴി കൊടുക്കുവാൻ വേണ്ടി എത്തിയത്. അത് തന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്, ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ തന്റേത് ബാധ്യതയാണ് എന്നാണ് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തത്. ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തും സ്ഥിതി ചെയ്തിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കി വിദേശത്തേക്ക് അത് വിൽക്കുമ്പോൾ അതിന് കേവലം സ്വർണത്തിന്റെ വില മാത്രമല്ല, ശബരിമലയിൽ സൂക്ഷിച്ചിരുന്ന ഒരു കമനീയമായ അതിവിശിഷ്ടമായ ഒരു വിഗ്രഹം എന്ന രീതിയിൽ അതിന് ആന്റിക് മൂല്യം ആണ് കൽപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് വിദേശ വിപണിയിൽ ഏതാണ്ട് 500 കോടി രൂപയ്ക്കും 1000 കോടിക്കും രൂപയ്ക്കും ഇടയിലാണ് കച്ചവടം നടന്നിരിക്കുന്നത്. ദുബായ് വഴിയാണ് അത് വിദേശത്തേക്ക്, മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏത് വിദേശ രാജ്യത്തേക്കാണ് അത് കടത്തിയത്, എവിടെയാണ് കച്ചവടം ചെയ്തത്, എത്ര കോടി രൂപയ്ക്കാണ് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ തനിക്ക് വിവരം നൽകിയ വ്യവസായിക്ക് നൽകാൻ സാധിക്കും. എന്നാൽ ആ വ്യവസായി ഇത്തരം വിവരങ്ങൾ പുറത്തു പറയുന്നതിലൂടെ വ്യവസായിയെ സംബന്ധിച്ച വ്യവസായിയുടെ വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തു പോകാനും അത് അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണി കൊണ്ടുപോകാനും സാധ്യതയുള്ളതിനാൽ അദ്ദേഹത്തിന്റെ ജീവന് സുരക്ഷ നൽകുന്ന തരത്തിലുള്ള ഏർപ്പാടുകൾ നൽകിയാൽ ആ വ്യവസായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 1000 കോടി രൂപയുടെ ഈ ഇടപാട്
ദുബായ് വഴി ഈ വിഗ്രഹം കടത്തിയത് ഏത് രാജ്യത്തേക്കാണ്, എവിടെയാണ് അത് കച്ചവടം ചെയ്തത് എന്നുള്ളത് കൃത്യമായി അദ്ദേഹം SITക്ക് മുന്നിൽ മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് കൂടി രമേശ് ചെന്നിത്തല പറയുന്നു. ദുബായ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ദുബായ് വഴി ഈ സ്വർണ്ണ പാളികൾ കടത്തി എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾ ഇതിന് പിറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ദുബായ് വഴി കടത്തിയിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി ഏത് രാജ്യത്തേക്കാണ് കടത്തിയത് എന്ന് പരിശോധിക്കുമ്പോൾ ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിൽ ശത്രുതയുള്ള രാജ്യങ്ങളിലേക്കാണോ കടത്തിയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയുമായി ഇതിന് രാജ്യാന്തര സുരക്ഷയുമായി ഇതിന് ഏതെങ്കിലും തരത്തിൽ ബന്ധം ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ഇത്തരം ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് NIA കൂടി വരും എന്നുള്ള ചില സൂചനകളാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ കൃത്യമായി പങ്കുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില ആളുകൾക്കും ദുബായ് വഴി ഈ സ്വർണ്ണപ്പാളി കടത്തിയിരിക്കുന്നതിൽ പങ്കുണ്ട് എന്നുള്ള നിർണായക മൊഴികളും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. 2018-19 കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഒരുമിച്ച് ചില വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ പുറത്തുവന്ന അഭ്യൂഹങ്ങളാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ പാസ്പോർട്ടും അതുപോലെ പത്മകുമാറിന്റെ പാസ്പോർട്ടും എല്ലാം പരിശോധിച്ചാലേ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനുമെല്ലാം ഒരുമിച്ച് അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് ദുബായിൽ ഉണ്ടായിരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ട്. അവരും ചില യാത്രകൾ നടത്തിയിട്ടുള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ദുബായ് വഴി മറ്റു വിദേശ രാജ്യത്തേക്ക് ഈ സ്വർണ്ണപ്പാളികൾ കടത്തി ഏതാണ്ട് 500 കോടി രൂപ മുതൽ 1000 കോടി രൂപ വരെയുള്ള ഒരു ഇടപാട് നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിഭയാനകമായ ഗൗരവതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത്. ഈ കുറ്റകൃത്യത്തിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാവുന്നത് തൻ്റെ സുഹൃത്തായ വിദേശ ഒരു വ്യവസായിയാണ്. ആ വ്യവസായി തീർച്ചയായും ഇതിന് മൊഴി നൽകാൻ തയ്യാറാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുള്ളതിനാൽ കൃത്യമായ സുരക്ഷ ഏർപ്പെടുത്തിയാൽ അദ്ദേഹം SITക്ക് മുന്നിൽ അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ തെളിവുകളും നൽകാൻ തയ്യാറാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതിഭയാനകമായ ഇത്തരം ഒരു വിഷയം പുറത്തു വരുമ്പോൾ തീർച്ചയായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരിക്കൽ സംശയിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ സംശയം ഉന്നയിച്ചിരുന്നത് പോലെ സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാവിന്റെ സ്വർണ്ണക്കൊള്ളയുമായി സമാനത ഈ സ്വർണ്ണക്കൊള്ളയ്ക്കുണ്ടോ എന്നാണ് അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംശയിച്ചിരുന്നത്. അതുപോലെ തന്നെ ആയിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരും 2018-19 കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും 2019 ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറും അടങ്ങുന്ന വലിയ ഒരു ശൃംഖല ദേവസ്വം ജീവനക്കാരുടെ സഹായത്തോടു കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില അന്താരാഷ്ട്ര വിപണിയിൽ വിഗ്രഹം മോഷ്ടിച്ച് കടത്തി വിൽക്കുന്ന ആളുകളുടെ സഹായത്തോടു കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെയാണ് അവരിലേക്ക് എത്തിയത് എന്ന് പറയപ്പെടുമ്പോൾ തീർച്ചയായും അതിന് മുകളിൽ, അതായത് കടകംപള്ളി സുരേന്ദ്രനോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ പത്മകുമാറിനോ എല്ലാം മുകളിലായി ഏതെങ്കിലും തരത്തിലുള്ള നേതാക്കളുടെയോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനീയരുടെയോ ബന്ധം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതാരാണ് എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, ശബരിമല സന്നിധാനത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി നാട് കടന്നിരിക്കുന്നു. ഈ കള്ളക്കടത്ത് നടന്നിരിക്കുന്നത് ദുബായ് വഴി മറ്റു വിദേശ രാജ്യത്തേക്കാണ് എന്നുള്ളത് പറയപ്പെടുമ്പോൾ ആന്റിക് മൂല്യമനുസരിച്ച് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അന്താരാഷ്ട്ര വിപണിയിൽ വിൽപ്പന നടത്തിയിരിക്കുന്നു. 500 കോടി മുതൽ 1000 കോടി വരെ വിലയ്ക്കാണ് ഇത് വിറ്റുപോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുമ്പിൽ രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയിരിക്കുന്നു, മൊഴി നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയും നിർണായകമായ പല മൊഴികളും തനിക്ക് പരിചയമുള്ള വ്യവസായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് സത്യമാണെന്ന് തനിക്ക് തോന്നിയതിനാൽ ആ മൊഴികൾ വ്യവസായി നേരിട്ട് തന്നെ SITക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുതയായി ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കുമെല്ലാം വിരാമമിട്ടുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ ഈ വെളിപ്പെടുത്തലിനെ അടിസ്ഥാനപ്പെടുത്തി SIT കൂടുതൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് മാത്രമായിരിക്കില്ല, അതിന് മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കെല്ലാം ഇതെത്തും എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയും പറയുന്നത്. ഇനി എന്താണ് ഈ വിഷയത്തിൽ നടക്കുക? അടുത്ത അറസ്റ്റ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരുടേതായിരിക്കും എന്നുള്ളത് കൃത്യമായി അറിയാം. ഏത് രാജ്യത്താണ് സ്വർണ്ണപ്പാളി വിറ്റിരിക്കുന്നത്, ആരാണ് അതിന് പുറകിൽ എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടത് തന്നെയാണ്. അതിന് നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.